കർത്താവ് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ഈ പ്രഭാതത്തിൽ വളരെയേറെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുകയാണ്. കഴിഞ്ഞുപോയ നാളുകളിൽ ഈ ചാനലിലൂടെ ഈ ശുശ്രൂഷ കണ്ട് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കലർപ്പില്ലാതെ, മായം ചേർക്കാതെ, അതിൻ്റെ ശക്തിയിലും അധികാരത്തിലും പൂർണ്ണതയിലുമാണ് ഇത്രയും കാലങ്ങളായിട്ട് ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളത്. അത് ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടോ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ അല്ല ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത്. 37 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടവനായ യേശു ക്രിസ്തു, എനിക്ക് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യാമറിയം, ഇത്രയും കാലങ്ങൾ ഞാൻ പ്രാപിച്ച അനുഗ്രഹങ്ങൾ, ഇതൊക്കെ എൻ്റെ ശക്തിയും എൻ്റെ ബലവുമാണ്. 1988 ഞാൻ ഈശ്വരനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് ലോകത്തോട് പറയണം, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. ആമേൻ, ഹല്ലേലൂയ. കാരണം കുറേ വർഷങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ദൈവമില്ലായിരുന്നു. യേശു നഷ്ടപ്പെട്ടു പോയിരുന്നു. 1988 മുമ്പ്, 88 മാർച്ചിന് മുമ്പ് വരെ അതാണ് വർഷങ്ങൾ. എനിക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, കാരണം ദൈവമില്ല. എൻ്റെ അനുഭവം അതായിരുന്നു. ഞാൻ വളരെയേറെ പ്രാർത്ഥിച്ച കാലം എൻ്റെ ജീവിതത്തിലുണ്ട്. നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി. പക്ഷെ എനിക്ക് ഒരിടത്തും ഉത്തരം കിട്ടിയില്ല. എനിക്ക് വലിയ നിരാശയായി. അങ്ങനെ ദൈവമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത്. അങ്ങനെ ദൈവമില്ലാത്തൊരു ജീവിതം എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആകപ്പാടെ തകർന്നു പോയി. എന്നാൽ 1988 മാർച്ച് മാസം 2-ാം തീയതി യേശു ക്രിസ്തു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ കണ്ടുകൊണ്ട് കർത്താവിനെ ഞാൻ കണ്ടു. അന്ന് ദിവസം തന്നെയാണ് വിശുദ്ധ കന്യാമറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ കണ്ടുകൊണ്ട് ഞാൻ വിശുദ്ധ കന്യാമറിയത്തെ കണ്ടു. ഒത്തിരിയേറെ സ്വർഗീയമായ അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഞാൻ കർത്താവിൻ്റെ കുരിശുമറ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. യേശു കുരിശുമേ കിടന്ന് രക്തം വാർന്ന് കുരിശിൽ കിടന്ന് പിടയെന്ന് ഞാൻ കണ്ടു. പിന്നീട് ഉള്ള ദിവസങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതങ്ങളുടെ ദിവസങ്ങളായിരുന്നു. ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് ലോകത്തോട് പറയണം, യേശു ഉണ്ട്, യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ലോകം അറിയണം. മനുഷ്യൻ്റെ എല്ലാ തകർച്ചയിൽ തന്നെ വിടുവിക്കാൻ കഴിവുള്ളവൻ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് എനിക്ക് ലോകത്തോട് പറയണം. ഈ ഒരു ദാഹവും ഈ ഒരു ആഗ്രഹമാണ് ഈ 37 വർഷങ്ങളായിട്ട് എന്നെ കൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിപ്പിച്ചത്. അതാരും എന്നോട് ആവശ്യപ്പെട്ടിട്ടല്ല, എൻ്റെ ഉള്ളിൽ വന്ന് എൻ്റെ തീവ്ര അഭിലാഷം കൊണ്ട് ഞാൻ ചെയ്തു. ഞാൻ യേശുവിനെ സ്വന്തമാക്കി. യേശുവിനെ ജീവിതത്തിന് എല്ലാമായിട്ട് മാറി. ഇപ്പൊ നമ്മളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. വർഷത്തിൽ ഒരിക്കൽ ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് ആയിട്ട് അനേകം നൂറ്റാണ്ടുകളായിട്ട് സഭ പ്രഖ്യാപിച്ചു ഡിസംബർ 25. നമുക്ക് ക്രിസ്മസ് ഡിസംബർ 25 കൃത്യം ഡേറ്റ് ആരും ഉറപ്പില്ല. യേശു ജനിച്ച ദിവസം ആർക്കും അറിയില്ല. പക്ഷേ ഡിസംബർ 25 ഒരു ഔദ്യോഗികമായിട്ട് ഒരു ദിവസം തീരുമാനിച്ച് നമുക്ക് തന്നു. അത് യേശുവിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ്, യേശു ജനിച്ച ദിവസം. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, യേശു എല്ലാ ദിവസവും നിന്റെ ഹൃദയത്തിൽ ജനിക്കണം. ഈ വർഷത്തിൽ ഒരിക്കൽ ഒരു ക്രിസ്മസിൻ്റെ ദിവസം മാത്രമല്ല ജനിക്കേണ്ടത്. എല്ലാ ദിവസവും യേശു ഒരുവന്റെ ഹൃദയത്തിൽ ജനിക്കുന്നുണ്ടെങ്കിൽ, യേശു ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലോകത്തിൻ്റെതായ ഒരു ആഘോഷങ്ങൾക്ക് പോകില്ല. പക്ഷെ വാസ്തവത്തിൽ ലോകത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുകയാണ്. അതൊരു വാണിജ്യപരമായ ഒരു ആഘോഷങ്ങളാണ്. കാരണം ഒത്തിരിയേറെ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സമയമാണ് ക്രിസ്മസ്. ലോകത്ത് മുഴുവൻ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു. മനുഷ്യ പണം ചെലവഴിച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു. അനേകം ആളുകൾ മദ്യത്തിൽ ആറാടുന്നു. ഇതൊക്കെയാണ് ലോകത്തിന് ക്രിസ്മസ്. പക്ഷേ ക്രിസ്മസ് ആദ്യ ക്രിസ്മസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ വരവ്, യേശുവിൻ്റെ ജനനമാണ്. എന്താണ് യേശുവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ? ദൈവം മനുഷ്യനായി അവതരിച്ചു. അതാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യനായി അവതരിച്ചു.
കന്യാമറിയത്തിന്റെ ഉദരത്തിൽ ഒരു ശിശുവായി ജനിച്ചു. ഇതാണ് ക്രിസ്മസ് സത്യത്തിലുള്ളത്. ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനത്തെക്കുറിച്ച് പറയണ്ട, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് ദൈവത്തോട് കൂടെയായിരുന്നു. പക്ഷെ അതേ വചനം, അതേ അധ്യായം 1-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനം പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആമേൻ, ഹല്ലേലൂയ. നോക്കണമേ, ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു വചനം, ദൈവമായ വചനം. ആ വചനം മാംസം ധരിക്കപ്പെട്ടു, നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനം മാംസം ധരിക്കപ്പെട്ടതാണ് യേശു ക്രിസ്തു. എവിടെയാണ് മാംസം ധരിക്കപ്പെട്ടത്? പരിശുദ്ധയായ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ വചനം മാംസം ധരിക്കപ്പെട്ട് ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ ജനിച്ചു. ഇതാണ് ക്രിസ്മസ് എന്ന് പറയുക. അപ്പൊ നമുക്ക് ക്രിസ്മസ് നൽകിയത് ഒരു സ്ത്രീയാണ്. അതായത് യേശുവിന് നൽകിയത് ഒരു സ്ത്രീയാണ്, പരിശുദ്ധ കന്യാമറിയം. അവളുടെ സമ്പൂർണമായ സമർപ്പണം, അവളുടെ വിധേയത്വം, ഒരു ദാസിയെ, കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അവൾ തന്നെ താഴ്ത്തി സമർപ്പിച്ചു. ദൈവത്തിന്റെ മനുഷ്യരിൽ അവൾ മധ്യസ്ഥയായിട്ട് നിന്നു. കുറ്റമറ്റവനായി, പരിശുദ്ധനായി ദൈവത്തിന്റെ പുത്രനായി യേശു ജനിക്കാൻ വേണ്ടിയിട്ട്. ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ കന്യാമറിയത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മരുത്തോട് പറയുന്നുണ്ട്, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം, അവൻ പരിശുദ്ധനായിരിക്കും. അപ്പം മറിയം പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഞാൻ പുരുഷനെ അറിയേണ്ടവളല്ലോ എന്നാണ് അർത്ഥം. ഞാൻ പുരുഷനെ അറിയേണ്ടവളല്ലോ. കാരണം കന്യാമറിയത്തിന്റെ ജീവിതകാലം മുഴുവൻ കന്യകയെ ജീവിക്കാൻ വേണ്ടി അവൾ തന്നെ സമർപ്പിച്ചവളാണ്. ജെറുസലേം ദേവാലയത്തിൽ മറ്റു കന്യകമാരുടെ കൂട്ടത്തിൽ അവൾ ഒരു കന്യകയായിട്ട് ജീവിച്ചിരുന്നവളാണ്. തനിക്കൊരു വിവാഹമില്ല, തനിക്കൊരു പുരുഷൻ ഉണ്ടാകില്ല, ജീവിതം ഉണ്ടാകില്ല, താൻ പുരുഷനെ അറിയേണ്ടവളല്ല. ഇത് കന്യാമറിയത്തിന് അറിയാമായിരുന്നു. പക്ഷേ അവളുടെ വിവാഹ നിശ്ചയം നടത്തി. വിവാഹ നിശ്ചയം നടത്തപ്പെട്ടു. ജോസഫുമായിട്ട് വിവാഹ നിശ്ചയം നടത്തപ്പെട്ടു. ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്താണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത്, നീ ഗർഭം ധരി പുത്രനെ പ്രസവിക്കും, ഞാൻ യേശു എന്ന പേരിടണം. അപ്പോൾ പറയും, ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഹൗ ക്യാൻ ദിസ് ബി സിൻസ് ഐ ആം എ വെർജിൻ? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഞാൻ അറിയേണ്ടവളല്ല. അതിന് മറുപടി ദൂതൻ പറയാണ്, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിന്റെ മേൽ അത്യുന്നതന്റെ ശക്തി ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിന്റെ മേൽ അത്യുന്നത ശക്തി ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതിന് മറുപടിയാണ് മറിയം എന്താ പറഞ്ഞത്? ആമേൻ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെനിൽ നിറവേറട്ടെ. ഞാൻ ദൈവത്തിന്റെ ദാസിയാണ്, ഞാൻ കർത്താവിന്റെ ദാസിയാണ്. എൻ്റെ ഇഷ്ടങ്ങളോ തീരുമാനമോ അല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറിയമോടെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു. മറിയം ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവിച്ച വലിയൊരു കാര്യമാണ്, ദൂതൻ വാഗ്ദാനം നൽകിയ പരിശുദ്ധാത്മാവ് കന്യാമറിയത്തിൽ ആവസിച്ചു. ദൂതൻ പറഞ്ഞ വചനം, നീ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും. ആ വചനം കന്യാമറിയത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നു. അത് ഉദരത്തിൽ അത് മാംസം ധരിക്കപ്പെട്ടു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ ആ യേശു എന്ന ശിശു ജനിച്ചത് വചനവും പരിശുദ്ധാത്മാവും കന്യാമറിയത്തിൽ ഉണ്ടായിരുന്ന ജ്ഞാനവും കൂടിച്ചേർന്നപ്പോഴാണ്. അതിന് മഹത്വം അതാണ്. ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും കന്യാമറിയത്തിൽ ഉണ്ടായിരുന്ന ജ്ഞാനവും കൂടിച്ചേർന്നപ്പോഴാണ് ഒരു ശിശു ആയി വചനം മാംസം ധരിക്കപ്പെട്ടത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ബൈബിളിൽ വേറൊരിടത്ത് വായിക്കുന്നില്ല. വചനം മാംസം ധരിക്കപ്പെട്ട യോഹന്നാൻ 1:14 വചനം, അത് മാംസം ധരിക്കപ്പെട്ട കന്യാമറിയത്തിന്റെ ഉദരത്തിൽ മാത്രമാണ്. അതിന് കാരണം ഇതാണ്, അവിടെ വചനം ഇറങ്ങി വന്നു, അവിടെ പരിശുദ്ധാത്മാവ് വന്നു. പക്ഷെ മറിയത്തിൽ നിറഞ്ഞിരുന്ന ജ്ഞാനം, ആ ജ്ഞാനം ഉണ്ടായിരുന്നു. ആ ജ്ഞാനമാണ് ആ വചനത്തെ മാംസം ധരിപ്പിച്ചത്. ജ്ഞാനം എല്ലാം നിർമ്മിക്കുന്ന പണിതു വരുന്നതാണ്. ബൈബിൾ ഒത്തിരിയേറെ പുസ്തകങ്ങളുണ്ട് ജ്ഞാനത്തെക്കുറിച്ച്. എല്ലാം പറയുന്നതാണ്, ജ്ഞാനം എല്ലാം പണിത് ഉയർത്തുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാം ശുദ്ധീകരിക്കുന്നു,
ജ്ഞാനം പണിതുയർത്തുന്നു. കഴിഞ്ഞ കാല പ്രവാചകന്മാരെ യാക്കോബിനെ കുറിച്ച് വായിക്കും. ലാബാൻ യാക്കോബിനെ പീഡിപ്പിച്ചപ്പോൾ അവൻ ദരിദ്രനായി. അവൻ്റെ 2 സഹോദരിമാരെ വിവാഹം കഴിച്ചു, ചേട്ടത്തിയും അനിയത്തിയെയും. അവർക്ക് മക്കളുണ്ടായി. 14 വർഷം അടിമയെ പോലെ ജീവിച്ചു. അമ്മായിമ്മ ഒന്നും കൊടുത്തില്ല. ലാബാൻ ഒന്നും കൊടുത്തില്ല, കഷ്ടപ്പെട്ടു. അവൻ്റെ നിലവിളി ദൈവം കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, യാക്കോബ് പറയുന്നുണ്ട്, ഒരു സ്വപ്നം കണ്ടു, ആടുകളിൽ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റം. അതവൻ വിശ്വസിച്ചു. ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ അവൻ ആടുകൾ ഉണ്ടായി. അവൻ ലാബാനോട് വ്യവസ്ഥയുണ്ടാക്കി. വ്യവസ്ഥ പ്രകാരം പൊട്ടും പുള്ളിയുള്ള ആടുകളൊക്കെ അവൻ്റെ ആടുകളായിട്ട് മാറി. വെള്ള ആടുകളൊക്കെ ലാബാൻ ആടുകളായിട്ട് മാറി. ഈ പൊട്ടുംപുള്ളി ഉണ്ടാകാൻ വേണ്ടി എന്തവൻ ചെയ്തെന്നോട് പറയുന്നുണ്ട്. മരത്തിൻ്റെ കമ്പുരിഞ്ഞ് തൊലി ഉരിഞ്ഞ് അതവിടെ സ്ഥാപിച്ചു വെച്ചു. ആടുകൾ ഇണചേരുമ്പോൾ അതിന് മുമ്പിൽ ഇണചേർന്ന എല്ലാ ആടുകളും പൊട്ടുംപുള്ളി വരെയുള്ള കുട്ടികളുണ്ടായി. അങ്ങനെ യാക്കോബ് സമ്പന്നനായി. ഇതെല്ലാം വായിക്കുന്നത് ബുക്ക് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലാണ്. ജ്ഞാനം എങ്ങനെയാണ് യാക്കോബിനെ സമ്പന്നനാക്കിയത്, ജ്ഞാനം എങ്ങനെയാണ് അബ്രാഹത്തെ ശക്തിപ്പെടുത്തത്, ജ്ഞാനം എങ്ങനെയാണ് ഓരോരുത്തരെ ഓരോ പ്രവാചകരെയും മോശയെ ശക്തനാക്കി മാറ്റിയത്, ജ്ഞാനം എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചത്. ആ ജ്ഞാനം കന്യാമരത്തിലുണ്ടായിരുന്നു. ആ ജ്ഞാനം ദൈവത്തിൻ്റെ വചനത്തെ മാംസം ധരിപ്പിച്ചു. യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായി നമുക്ക് നൽകി. എന്തിനു വേണ്ടിയാണ് വാസ്തവത്തിൽ യേശു ലോകത്തിലേക്ക് വന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, യേശു രക്ഷകനാണ്. 1 തിമോത്തി 2:5-11 പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിനും മനുഷ്യരുടെ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ഏക മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തുവാണ്. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് ഈ ഏക മധ്യസ്ഥനായിട്ട് യേശുവിനെ പൗലോസ് ഉയർത്തുന്നത്? കാരണം യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. യേശുവാണ് എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്തവൻ. എല്ലാവർക്കും പാപപരിഹാര ബലിയുടെ യേശു ക്രിസ്തുവാണ്. യേശുവിന്റെ നാമത്തിലാണ് പാപമോചനം ലഭിക്കുക. അവന്റെ നാമത്തിൽ ആര് വിശ്വസിച്ചാലും അതിന് പാപമോചനമുണ്ട്. അതാണ് ബുക്ക് ഓഫ് ആക്ട്സ് 10:43 അപ്പോസ്തല പ്രവർത്തനം 10:41 വചനം പറഞ്ഞിരിക്കുന്നു, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം മൂലം പാപമോചനം നേടുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി, അവന് പാപക്ഷമയാണ്. അതായത് ഒരുവൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ തന്നെ ഹൃദയത്തിൽ താൻ ചെയ്തുപോയ പാപങ്ങളെ ദൈവത്തോട് ഏറ്റു പറയുകയാണ്. പശ്ചാത്തപിച്ചുകൊണ്ട് അവൻ ദൈവത്തോട് യേശുവിനോട് ഏറ്റു പറയുകയാണ്, ഞാൻ പാപം ചെയ്തു പോയി, കർത്താവേ ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒരു പശ്ചാത്തപിച്ച് യേശുവിനോട് പറയുന്ന ആ നിമിഷം അവന് പാപം ക്ഷമിക്കപ്പെടുകയാണ്. ഇതാണ് സൗജന്യമായ രക്ഷ എന്ന് പറയുക. ഏതൊരു മനുഷ്യനും പ്രാപിക്കാം. അതേതൊരു മനുഷ്യനും, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആർക്ക് വേണമെങ്കിലും എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, പശ്ചാത്തപിക്കണം. repent and confess your sins. പശ്ചാത്തപിക്കുക, പാവം ഏറ്റു പറയുക, അവിടെ പാവം ക്ഷമിക്കപ്പെടും. ഇതൊരു വ്യവസ്ഥയാണ്, ഉടമ്പടിയാണ്. ദൈവം സ്ഥാപിച്ചൊരു ഉടമ്പടിയാണിത്. അതിനുവേണ്ടിയാണ് പുത്രനെ അവിടുന്ന് ഭൂമിയിലേക്ക് അയച്ചത്. മനുഷ്യന് ദൈവം കൊടുത്ത കൽപ്പനകളുണ്ട്. 10 കൽപ്പന എന്ന് പറയും. 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകൾ മനുഷ്യർക്ക് ലഭിച്ചെങ്കിലും മനുഷ്യരത് അനുസരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവൻ അനുസരിക്കാൻ തയ്യാറായി വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ കൽപ്പനകൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു. ഇപ്പൊ ദൈവത്തിന്റെ 10 കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത്. ഈ വ്യഭിചാരം ചെയ്യുന്ന കൽപ്പന ഒരുവൻ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ വ്യഭിചാരം ചെയ്തുകൊണ്ടേയിരുന്നു. അനേകം പ്രാവശ്യം വ്യഭിചാരം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ചെയ്യരുതെന്നുള്ള ആ നിയമം അവന്റെ ജീവിതത്തിൽ ദുർബലമായി പോയി. അത് ദുർബലമായി. കാരണം ദൈവം ഒരു കാര്യം പറയാം, അരുത്, ചെയ്യരുത്, നീ കൊലപാതകം ചെയ്യരുത്. അതൊരു നിയമം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കൊല ചെയ്യാൻ നമ്മൾ ഭയപ്പെടും. നീ മോഷ്ടിക്കരുത്, അത് ദൈവത്തിന്റെ നിയമം നിൽക്കുമ്പോൾ നമ്മൾ മോഷ്ടിക്കാൻ നമ്മൾ ഭയപ്പെടും, ചെയ്യില്ല. നീ വ്യഭിചാരം ചെയ്യരുതെന്നൊരു നിയമം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം ഭയപ്പെടും. ദൈവത്തിന്റെ മുമ്പിൽ തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ അവൻ ചെയ്താലോ? ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ വന്ന പാപത്തിന്റെ ആധിപത്യം മൂലം, ആ പാപം വഴി വന്ന പിശാചിന്റെ ആധിപത്യം മൂലം ആ വചനോടെ കൽപ്പനയോടെ ദുർബലമായി പോയി, ബലഹീനമായി പോയി. അതാണ് റോമാലേഖനം 8:3 പൗലോസ് പറയാണ്, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായ ദൈവം ചെയ്തു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായ ദൈവം ചെയ്തു. അവിടുന്ന് പുത്രനെ
പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശിക്ഷ വിധിച്ചു. അവിടെ തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശിക്ഷ വിധിച്ചു. എത്രയോ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് വചനം. ദൈവം കൊടുത്ത കൽപ്പനകൾ ആ മനുഷ്യ ജീവിതത്തിന് പ്രസക്തിയിലാണ്, അത് ദുർബലമായി പോയി. പിതൃമായ നിയമം ദുർബലമാക്കപ്പെട്ടപ്പോൾ ഒരു കാര്യം ചെയ്യാണ്, തൻ്റെ പുത്രനെ പാപകരമായ മനുഷ്യന്റെ സദൃശ്യത്തിൽ അവിടെ അയച്ചത്. ആദം മുതൽ ഇങ്ങോട്ട് ദൈവം കൊടുത്ത ഛായയുണ്ട്, സദൃശ്യമുണ്ട്, മനുഷ്യന്റെ ആ ഛായ സദൃശ്യം. പക്ഷെ അവരെല്ലാം പാപികളായി. അതുകൊണ്ട് തന്നെ ആ പാപകരമായ സദൃശ്യമുള്ള മനുഷ്യന്റെ സദൃശ്യത്തിലാണ് ദൈവത്തിന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. എന്തിനു വേണ്ടിയാണ്? പാപത്തിന് അതേ ശരീരത്തിൽ ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ ശരീരത്തിൽ ദൈവം എല്ലാ മനുഷ്യ പാപങ്ങൾ ചുമത്തിയിട്ട് ആ പാപത്തിന് ശിക്ഷ വിധിച്ചത്. അങ്ങനെ യേശു നമുക്ക് രക്ഷ എടുത്തത്. അതുകൊണ്ട് യേശു ശിക്ഷിക്കപ്പെട്ടു, അതിക്രൂരമായിട്ട് യേശു ശിക്ഷിക്കപ്പെട്ടു. പിലാത്തോസിന്റെ പടയാളികളാൽ, ചമ്മടി അടികളാൽ അവൻ ശരീരം തകർക്കപ്പെട്ടു, ഞുറുക്കപ്പെട്ടു, രക്തം വാർന്നൊഴുകി. അവസാനം ക്രൂശിൽ തറച്ചു, തലയിൽ മുൾമുടി ചൂടി. എല്ലാ വേദനയും യേശു തല മുതൽ ഉള്ളംകാലം യേശു സഹിച്ചു. ഒരു അവയവം, ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല വേദന സഹിക്കുന്നത്, എല്ലാം യേശു സഹിച്ചു. മനുഷ്യൻ ശരീരത്തില് എവിടെല്ലാം കൊണ്ട് പാപം ചെയ്യുന്നുണ്ടോ അത് മുഴുവനും തകർക്കപ്പെടണം. അതിന് ആദ്യം തകർക്കപ്പെടാൻ വേണ്ടി യേശുവോടെല്ലാം ക്ഷമിച്ചു. അങ്ങനെ ആ ക്ഷമയിലൂടെ യേശു സഹിച്ചു. ആ സഹനത്തിലൂടെ പാപത്തിന്റെ എല്ലാ ശക്തിയും യേശു തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ. പാപത്തിന്റെ ആധിപത്യം യേശു, അധികാരം യേശു തകർത്തു. ഇതിനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് യേശു എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ചു. ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി. അതുകൊണ്ട് ഏതൊരു മനുഷ്യനാകട്ടെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് പാപം ഏറ്റു പറഞ്ഞാൽ അവിടെ പാപം ക്ഷമിക്കപ്പെടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. സത്യമാണ്, ഒരു സത്യവചനമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഒരു ധ്യാനത്തിന് വന്നതാണ്. അവിടെ കാലിലെ വിരലുകളെല്ലാം പഴുത്ത് വ്രണമായിരുന്നു, ഡയബറ്റിക് ആണ്. ഡോക്ടർ പറഞ്ഞു കാലിൽ വിരൽ മുറിച്ച് കളയണം, വേറൊരു വഴിയില്ല. അപ്പോൾ മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് സമ്മതം കൂടുമ്പോഴാണ് ഏതൊരു മനുഷ്യൻ്റെ പരിചയക്കാരനത് കണ്ടു. അയാൾ പറഞ്ഞു, ഒരാഴ്ച സമയം എനിക്ക് താൻ എൻ്റെ കൂട്ടത്തിൽ വാ, ഒരു ധ്യാനമുണ്ട് കൂട്, എന്നിട്ട് അവസാനം പിന്നെ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഈ മനുഷ്യൻ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നു. ധ്യാനത്തിന് 3-ാമത്തെ ദിവസം ഈ വചനങ്ങൾ ഞാൻ പ്രസംഗിച്ചു. അവിടെ യേശുവിന്റെ നാമത്തിൽ ആര് വിശ്വസിച്ചാലും പാപമോചനം ഉണ്ട്. ഇതയാൾ വിശ്വസിച്ചു. അയാൾ ആ വചനം കേട്ടിട്ട് അയാൾ പോയി മുറി പോയിട്ട് അയാൾ കണ്ണീരോടെ കരഞ്ഞ് അയാൾ പ്രാർത്ഥിച്ചു, യേശുവിനോട് പ്രാർത്ഥിക്കുക, ഞാൻ വലിയൊരു പാപിയാണ് ദൈവമേ, വർഷങ്ങളായി ഞാൻ ചുമക്കുന്ന പാപഭാരമുണ്ട്, ക്ഷമിക്കണേ എന്ന് പറയാൻ കണ്ണീരോട് പ്രാർത്ഥിക്കുകയാണ്. രാത്രി കിടന്നുറങ്ങിയ ആള് നേരം വെളുത്തു, തൻ്റെ കാലിലെ പഴുപ്പുള്ള ആ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പഞ്ഞി തുണിയൊക്കെ മാറ്റണം, പുതിയ ഡ്രസ്സിങ് നടത്തണം. ഇത് അഴിച്ചു നോക്കുമ്പോഴുണ്ട് കാല് വിരലെല്ലാം കരിഞ്ഞിരിക്കുക. എല്ലാ വിരലും കാല് കരിഞ്ഞു. ഒറ്റ രാത്രിയിൽ അത്ഭുതം സംഭവിച്ചു. കാരണം എന്താണ്? ഇവൻ തന്നെ പാപതയോർത്ത് പശ്ചാത്തപിച്ചപ്പോൾ ഇവന് വേണ്ടി കീറി മുറിക്കപ്പെട്ട യേശുവിന് മുറിവുകളാൽ ഇവൻ സുഖം പ്രാപിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് വചനം. 1 പത്രോസ് 2:24 പറഞ്ഞിരിക്കുകയാണ്, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് നമുക്ക് വേണ്ടി കുരിശിലേറി. ഇത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അടുത്ത വചനമാണ്, അവന്റെ മുറിവിനാൽ നിങ്ങൾ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ മുറിവിനാൽ നിങ്ങൾ സുഖമാക്കപ്പെട്ടു. അപ്പോൾ യേശുവിന്റെ മുറിവുകൾ നമുക്ക് ആധാരമായി കിടക്കി നിൽക്കുകയാണ്, നമ്മളെ സുഖപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ട് യേശു കീറി മുറിക്കപ്പെട്ടത്. അപ്പോൾ ഈ മനുഷ്യൻ പശ്ചാത്തപിച്ച് കഴിഞ്ഞപ്പോൾ ആ മുറിവുകൾ ഇവനെ സുഖപ്പെടുത്തി. അതാണ് സംഭവിച്ചത്. ഇന്നും ആ യേശു ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആ യേശു ഇന്ന് ജീവിക്കുന്നു. നമ്മുടെ യഥാർത്ഥമായ ക്രിസ്മസ് സംഭവിക്കേണ്ടത് നമ്മൾ ഒരു പുൽക്കൂട് ഉണ്ടാക്കി ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതല്ല. ക്രിസ്മസ് ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുക. തീർച്ചയായിട്ടും കുടുംബങ്ങളിലെ അതൊരു വലിയൊരു വിരുന്നാണ്, സന്തോഷമാണത്, നടക്കട്ടെ. പക്ഷെ അതിനപ്പുറത്ത് ഒരു കാര്യം ചെയ്യണം. നിന്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഇടം കൊടുക്കണം. നിന്റെ ഹൃദയത്തിലേക്ക് നീ യേശുവിനെ കൊണ്ടുവരണം. യേശു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തില്, പുൽത്തൊട്ടിയിലാണ് യേശുവിനെ പ്രസവിച്ച് മറിയം കിടത്തിയത്. ഇന്ന് നിന്റെ ഹൃദയം ഒരു കാലിത്തൊഴുത്ത് പോലെ ആയിരിക്കാം.
അവിടെ മുഴുവൻ പാപം നിറഞ്ഞ ദുർഗന്ധമുണ്ട്. അവിടെ ഒരു പട്ടുമ്പത്തെ അവിടെ ഇല്ല. അവിടെ പുൽത്തൊട്ടിയാണ് കിടക്കുന്നത്. ആ ദാരിദ്ര്യമുള്ള നിന്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിക്കണം. എങ്ങനെ വിളിക്കും? ദൈവത്തിന്റെ വചനം, അതാണ് യേശു വരുന്ന വഴി. വചനമാണ് യേശു വരുന്നത്. ഈ നിമിഷം നീ കേൾക്കുമ്പോൾ നീ പറയണം, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ. അവിടുത്തെ വചനം എൻ്റെ മേൽ കടന്നു വന്ന് ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. കരുണയുണ്ടാണ് കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപം ക്ഷമിക്കണമേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. നീ നിന്നെ തന്നെ കൊടുക്കാൻ തയ്യാറായാൽ, സമർപ്പിക്കാൻ തയ്യാറായാൽ, അവിടെ ദൈവത്തിന്റെ വചനം കടന്നു വരും. നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു പോകുന്ന വചനം അവിടെ നിന്നെ ശുദ്ധീകരിക്കും. വചനം അവിടെ മാംസം ധരിക്കും. ആ വചനം ക്രിസ്തുവായി രൂപാന്തരപ്പെടും. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് സംഭവിക്കേണ്ടത്. ഇതാണ് യഥാർത്ഥമായ ക്രിസ്മസ്. അത് സംഭവിച്ചാൽ സ്വർഗം സന്തോഷിക്കും, കർത്താവ് സന്തോഷിക്കും. നിനക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ അർപ്പിച്ച കർത്താവ് നിന്നോട് സന്തോഷിക്കും. കാരണം തൻ്റെ ബലിയർപ്പണത്തിലൂടെ ഒരുവനെ തനിക്ക് നേടാൻ പറ്റിയാൽ ഒരു ഭാവി മാനസാന്തരപ്പെട്ടല്ലോ. അത് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഭൂമിയിൽ ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. നമുക്ക് സന്തോഷം ഉണ്ടാക്കിക്കേണ്ട സ്വർഗത്തിലാണ്, ഈ ഭൂമിയിലല്ല. ഈ ഭൂമിയിലുണ്ടാകാൻ സന്തോഷമൊക്കെ താൽക്കാലികമാണ്. ക്രിസ്മസ് ആയിക്കൊണ്ട് അനേകം ക്രൈസ്തവ കുടുംബങ്ങൾ മദ്യപിക്കും, ഓവറായിട്ട് മദ്യപിക്കും. കാരണം ഭയങ്കര ആഘോഷമാണ്. അതല്ല ക്രിസ്മസ്, അത് പൈശാചികമാണ്. ക്രിസ്മസ് ദിനം, യേശു ജനിച്ച ദിവസം, അത് വിശുദ്ധമായിട്ട് ആചരിക്കേണ്ടതാണ്. നിങ്ങളത് മദ്യപിക്കുവാനും വ്യഭിചരിക്കുവാനും അതിലാണ് നിങ്ങളെ സമയം കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങൾ ക്രൈസ്തവനല്ല, യേശുവിന് ചേർന്നവനല്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 5:16 പറഞ്ഞിട്ടുണ്ട്, ഒരു മദ്യപാനി ഒരിക്കലും ദൈവരാജ്യം അവകാശപ്പെടുത്തത്തില്ല. ദൈവരാജ്യം യേശുവിന്റെ രാജ്യമാണ്. ആ രാജ്യത്ത് അവന് യാതൊരു സ്ഥാനവും ഉണ്ടാകത്തില്ല. അവൻ രാജ്യത്തിന് പുറത്താണ്, അവിടെ നരകത്തിലാണ് അവൻ കിടക്കുന്നത്. അപ്പോൾ മദ്യപാനികൾ, ഞാനത് പറയുന്നത് വ്യക്തമായി ശ്രദ്ധിക്കണമേ, മദ്യപാനികൾ തങ്ങളെ നശിപ്പിക്കുകയാണ്. അവർ നരകം പോകാനുള്ള, നരകത്തിൽ പോകാനുള്ള ലൈസൻസ് വാങ്ങിച്ചവരാണ് മദ്യപാനികൾ. അത് ഉണ്ടാക്കുന്ന നാശം കുടുംബത്തെ നശിപ്പിക്കും, മക്കളെ നശിപ്പിക്കുന്നതാണ്. ക്രിസ്മസ് നിങ്ങൾ മദ്യപിക്കേണ്ട അവസരമായിട്ട് മാറ്റരുത്. മറിച്ച് നിങ്ങളെ ഓർത്ത് സ്വർഗ്ഗത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ. അതിന് ഇടവരുത്ത്. നിങ്ങൾ പാപത്തെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുക. നിങ്ങൾ അവൻ്റെ വചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുക്കും. എന്താണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്? വചനം പഠിപ്പിക്കുന്നത് 1 യോഹന്നാൻ 3:15 പറഞ്ഞിട്ടുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. ഒരു കൽപ്പനയാണ്. Those who hate a brother or sister is a murderer. സഹോദരനെ സഹോദരിയെ വെറുക്കുന്നത് കൊലപാതകയാണ്. അപ്പോൾ ഒരാളെ നീ വെറുക്കുന്നു, അത് കൊലപാതകമാണ് ദൈവത്തിന് മുമ്പിൽ. നീ കൊലപാതകയോടെ മരിച്ചു പോകും. പക്ഷേ നീ അവിടെ ക്ഷമിക്കുന്നു, നീ അത് സഹിക്കുന്നു. അയാളെ നീ സ്നേഹിക്കുമ്പോൾ നീ കർത്താവിനായിട്ട് മാറും, ദൈവത്തിൻ്റെ ആയിട്ട് മാറും. അതാണ് നിനക്കുണ്ടാകുന്ന മനസ്സെന്ന് പറയുക. അപ്പം അതിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. അത് നമ്മളെ സഹായിക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ മാംസം ധരിക്കുമ്പോൾ, യേശുവോടെ ജീവിക്കുമ്പോൾ, അത് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് മാറും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ മുഴുകി നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയാതെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച്, അവിടെ അപ്പോൾ പരിശുദ്ധാത്മാവ് വരും. ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവുള്ള വചനത്തെ മാംസം ധരിപ്പിച്ച് ജീവിക്കുന്ന ഈശോ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കർത്താവ് ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ഹല്ലേലൂയ. God bless you all.